തുളസിയും കച്ചോലവും മണക്കും. മുകളിൽ ആനത്തിന് അന്ന് തുടക്കമായി. വർഷം 1921. പന്നിയമ്പള്ളി വാര്യത്ത് ഇടവമാസത്തിലെ കാർത്തികയിൽ ഒരു ഉണ്ണി പിറന്നു. അച്ഛൻ കോടിതലപ്പണ ശ്രീധരൻ നമ്പൂതിരി, അമ്മ പാർവതി വാരസ്യാർ എന്ന കുഞ്ചി, അമ്മാവൻ വൈദ്യരത്നം PS വാര്യർ. ആയുർവേദത്തിൻ്റെ തലവര തന്നെ മാറ്റിയ പന്നിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന PK വാര്യരായിരുന്നു അന്ന് ജനിച്ച ആ ഉണ്ണി. ഇന്ന് കാണുന്ന സൗമ്യതയുടെ പാതയിലൂടെ ആയിരുന്നില്ല ബാലനായ കൃഷ്ണൻകുട്ടിയുടെ സഞ്ചാരം. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് കോൺഗ്രസിലേക്ക്, സ്വാതന്ത്ര്യസമരം വിപ്ലവജ്വാല തീർത്ത കാലത്ത് കമ്മ്യൂണിസത്തിലേക്ക് വഴിമാറി. കമ്മ്യൂണിസ്റ്റുകാരെ പോലീസ് അന്വേഷിച്ചു നടക്കുന്ന കാലത്ത് കൃഷ്ണൻകുട്ടി വീട് വിട്ടു. AKG, EMS എന്നിവരൊക്കെയായി വലിയ അടുപ്പമായിരുന്നു PK വാര്യർക്ക്. ജീവിതത്തിലെ നിർണായക തീരുമാനം എടുത്തതിന് പിന്നിൽ EMSന്റെ ഉപദേശവും ഉണ്ടായിരുന്നു. ആത്മകഥയായ സ്മൃതിപർവത്തിൽ അത് ഇങ്ങനെ വിവരിക്കുന്നു. ആയുർവേദം പഠിക്കണം എന്ന നിർദ്ദേശം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ EMSുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. എല്ലാ വശവും വിശദീകരിച്ച ശേഷം EMS പറഞ്ഞു, മണ്ണാൻ വൈദ്യൻ്റെ അടുത്തുപോയാൽ കുട്ടികളുടെ രോഗം ചികിത്സിച്ചു മാറ്റാം. പക്ഷേ എങ്ങനെയാണ് മാറിയത് എന്ന് പറയാൻ അയാൾക്കറിയില്ല. അത് കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ ജോലി. ആയുർവേദം ശാസ്ത്രീയമായി തന്നെ പഠിക്കണം. അങ്ങനെ 1940 PK വാര്യർ ആയുർവേദ കോളേജിൽ ചേർന്നു. കലാപകലുഷിതമായിരുന്നു കാലം. ക്വിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് അടങ്ങിയിരിക്കാൻ എങ്ങനെ സാധിക്കും? അങ്ങനെ 1942 അദ്ദേഹം കോളേജിൽ നിന്നിറങ്ങി. പോരാട്ടത്തിൽ പങ്കാളിയായി. സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ആ വലിയ കോഴ്സ് വിജയിച്ച ശേഷമാണ് പിന്നീട് വീണ്ടും ആയുർവേദ കോളേജിലേക്ക് തിരിച്ചെത്തിയത്. തൻ്റെ അമ്മാവനിൽ നിന്ന് കിട്ടിയ സദ്ഗുണങ്ങൾ, തന്നെ ചെറുപ്പത്തിൽ സ്വാധീനിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനത, ആ സ്വാധീനത ഇന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് സാധാരണക്കാരനും പാവപ്പെട്ടവനോടും ഉള്ള സഹിഷ്ണുതയും അതുപോലെ തന്നെ അവരോടുമുള്ള തൻ്റെ കടമയും ബാധ്യതയും എല്ലാം ഈ മഹസ്ഥാപനത്തിൻ്റെ, ലോകമറിയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായി നിൽക്കുമ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിനയത്തോടു കൂടിയാണ് ഏത് തൊഴിലാളി തൊട്ട് താഴേക്കെട്ട തൊഴിലാളി തൊട്ട് ഇന്ത്യൻ രാഷ്ട്രപതി വരെ അദ്ദേഹം പെരുമാറുക. അതിനെ സംബന്ധിച്ചൊരു വിവേചനം കാണിച്ചില്ല. രാഷ്ട്രപതി അടക്കം പലപ്പോഴും വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹങ്ങളുടെ പെരുമാറ്റത്തിന് യാതൊരു വ്യത്യാസമില്ല. സാധാരണ തൊഴിലാളികളുടെ പെരുമാറ്റവും അവരോടുള്ള പിന്നെ ആ സ്നേഹ ബഹുമാനവും അദ്ദേഹം രാഷ്ട്രപതിയോടും കാണിക്കും. അതാണ് ഒരു വിനയത്തിൻ്റെ. അത് എങ്ങനെ ഭാഷ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഇത്രയും വിനയാന്യത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആര്യവൈദ്യ ബിരുദം നേടി 1947 PK വാര്യർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഭാഗമാകുന്നത്. ആദ്യ നിയമനം ഫാക്ടറിയിൽ. മാനേജ്മെന്റ് നയതന്ത്രം പഠിക്കുന്നത് ഇവിടെ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. അതിനും 2 വർഷം മുൻപ് ആര്യവൈദ്യശാലയുടെ ട്രസ്റ്റ് ബോർഡ് അംഗവുമായി. 1954 ജ്യേഷ്ഠൻ PM വാര്യരുടെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് PK വാര്യർ മാനേജിംഗ് ട്രസ്റ്റിയാകുന്നത്. ഇന്നും ആ പദവിയിൽ തുടരുന്നു. 67 വർഷമായി മാറ്റമില്ലാതെ. മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഉറവ മഹാനദിയായി മാറുന്നതുപോലെ സ്വാഭാവികമായിരുന്നില്ല PK വാര്യരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെയും ആയുർവേദത്തിൻ്റെയും വളർച്ച. ഭഗീരഥൻ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവന്നതുപോലെ അധ്വാനിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനായി. പുതുക്കം വരാത്ത ശാസ്ത്രമാണ് ആയുർവേദം എന്ന വിമർശനങ്ങളെയെല്ലാം അദ്ദേഹം നേരിട്ടത് പ്രവൃത്തിയിലൂടെയാണ്. ആധുനികവൽക്കരണം മരുന്നുകളുടെ നിർമ്മാണത്തിലും രൂപമാറ്റത്തിലും മാത്രം ഒതുങ്ങിയില്ല. പാരമ്പര്യത്തിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുമ്പോഴും ആധുനികവൽക്കരണത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോയി. ആയുർവേദശാലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആയുർവേദ ഔഷധ നിർമ്മാണം.
ആ ഔഷധ നിർമ്മാണ മേഖലയിൽ വളരെ വളരെ ഫലവത്തായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ഈ ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വിറക് അത് മാറ്റി സ്റ്റീമാക്കി എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഓട്ടുപാത്രങ്ങളിൽ കഷായം അതേപോലെ എണ്ണ മുതലായത് പാകപ്പെടുത്തിയിരുന്നു. അതിന് ഉപയോഗിച്ചിരുന്ന ഇത് വിറകാണ്. ആ വിറക് മാറ്റി സ്റ്റീമാക്കി. ആയുർവേദ ഔഷധങ്ങൾ 5000 വർഷങ്ങൾക്ക് മുൻപ് ഓരോരുത്തർക്കും അപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ട യോഗങ്ങളാണ് അധികവും. അല്ലാത്തത് ഇപ്പോൾ അരിഷ്ടമുണ്ട്, അതേപോലെ ഭസ്മങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ കഷായം, ചൂർണങ്ങൾ, ലേഹങ്ങൾ ഇതൊക്കെ അപ്പം ഉണ്ടാക്കി കഴിക്കാനുള്ളതാണ്. ആദ്യമായിട്ട് 1902 PS വരാണ് ഇതിനെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിലുള്ള രൂപത്തിലാക്കി മാറ്റിയതും ആദ്യമായിട്ട് കുപ്പികളിലാക്കി വിൽക്കാൻ തുടങ്ങിയതും. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഡോക്ടർ PK വാര്യരുടെ ദീർഘവീക്ഷണമാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ചാരിറ്റി ആശുപത്രി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഒട്ടനവധി പേരെയാണ്. വരുമാനത്തിന്റെ 45% കാരുണ്യ ചികിത്സയ്ക്ക് നീക്കിവെക്കണമെന്ന സ്ഥാപകൻ വൈദ്യരത്നം PS വാര്യരുടെ തീരുമാനം PK വാര്യർ അതേപടി പാലിച്ചു. അതോടൊപ്പം കോട്ടയ്ക്കലിനു പുറമെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങി രാജ്യത്തെ മുഖ്യയിടങ്ങളിലും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയ്ക്ക് ശാഖകൾ തുടങ്ങി. കോട്ടയ്ക്കലിൽ ലഭ്യമാകുന്ന ചികിത്സകളെല്ലാം ഇവിടെയും ലഭ്യമാക്കി. ഇതോടൊപ്പം കഞ്ചിക്കോടും നഞ്ചൻകോടും ഫാക്ടറികളും ആരംഭിച്ചു. സ്വയം നവീകരിക്കാത്ത ഒരു മേഖലയ്ക്കും കാലം നൽകുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാനാകില്ല. അതിനെ മറികടക്കാൻ പഠനങ്ങൾ വേണം. പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം പുതുക്കണം, സ്വയം നവീകരിക്കണം ഏതൊരു പ്രസ്ഥാനവും. ഈ തത്വം ഉൾക്കൊണ്ടാണ് PK വാര്യർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണഫലങ്ങൾ ഇന്ന് ആര്യവൈദ്യശാലയ്ക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത്. ആര്യവൈദ്യശാലയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തമാണ്. മൂന്ന് തരം റിസർച്ചിനെ നമ്മൾ മൂന്നായി കാണുകയാണെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് റിസർച്ച്, പിന്നൊന്ന് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച്, പിന്നെ ക്ലിനിക്കൽ റിസർച്ച്. ഈ മൂന്ന് കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ വലിയ മാറ്റങ്ങൾക്കാണ് വഴി വെച്ചത് എന്നാണ് പറയാനുള്ളത്. ഒന്നെന്താ വെച്ചാൽ പ്രോസസ് ഓറിയൻറ്റഡ്. ഇന്നിപ്പോൾ നമുക്ക് ഡീഫോറസ്റ്റേഷനൊക്കെ കാരണം പല മരുന്നുകളും കിട്ടാതെ ആയിപ്പോയിരിക്കുന്നു. അതുപോലെ പഴയ സിസ്റ്റം അല്ലാതെ പുതിയ രീതിയിൽ പുതിയ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് പ്രോസസ് ഓറിയൻറ്റഡ്. ഒരു പൈലറ്റ് പ്ലാന്റ് ഉണ്ട്, നമ്മുടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച്. മെഡിസിനൽ പ്ലാന്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതും അതെ, ഈ പൊട്ടൻഷ്യലി എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ സംരക്ഷിക്കുക, ഇനിയിപ്പോൾ അഡൽട്രേഷൻ ഇല്ലാത്ത ജെന്യുവിനായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതിനെല്ലാമായിട്ടും ഒക്കെ മെഡിസിനൽ പ്ലാന്റിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുകയും അത് കൂടുതൽ ഗവേഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള, അതായത് ചില മരുന്നുകൾ ഇന്ന് കിട്ടാനില്ലാത്തത് കൊണ്ട് അതിപ്പോൾ ഫോർ എക്സാമ്പിൾ കൂവളത്തിൻ്റെ വേരിൻ്റെ അതേ ഗുണം തന്നെ മറ്റു പാർട്ടുകൾക്ക് ഉണ്ടെങ്കിൽ ഒരു മരം നശിപ്പിക്കാതെ നമുക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് വെച്ചുകൊണ്ടുള്ള റിസർച്ചുകളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ക്യാൻസറിൻ്റെ ഒരു പുതിയ റിസർച്ച് മേഖലയിലേക്ക്, അതായത് MVR ക്യാൻസർ സെൻറ്ററിൻ്റെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ക്യാൻസർ ക്ലിനിക്കുണ്ട്. അവിടെ ഒരു 50-ലധികം രോഗികൾ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന പല ക്ലാസിക്കൽ മരുന്നുകളും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സുഖമായി ജീവിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ടാണ് നമ്മൾ MVR ക്യാൻസർ സെൻറ്ററിലും മറ്റേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും സംസാരിച്ചു. അപ്പോൾ അവർ സഹകരിച്ചുകൊണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ഫണ്ടിന് വേണ്ടി വെയിറ്റ്. ഈ ഗവേഷണങ്ങളുടെ ഗുണഫലം ക്യാൻസർ ചികിത്സാ മേഖലയിലാണ് ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത്. ക്യാൻസർ രോഗത്തോട് പൊരുതുന്നവർക്ക് കുറച്ചൊന്നുമല്ല PK വാര്യരുടെ ചികിത്സകൾ ഗുണം ചെയ്തിരിക്കുന്നത്. ആയുർവേദം ഈ രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാകുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു.
അദ്ദേഹത്തിന് അർബുദത്തെ മുഖാമുഖം കണ്ട ആളാണ് പി കെ വാര്യർ സാർ എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം അർബുദ രോഗിയല്ല. അതേ സമയത്ത് തൻ്റെ അമ്മ അർബുദം ബാധിച്ച് കിടക്കുന്ന കാലത്ത് നേരിട്ട് അവരെ ശുശ്രൂഷിച്ച് കൊണ്ടിരുന്നത് പി കെ വാര്യർ സാറും ആണ്. അപ്പോൾ ആ അമ്മയുടെ വേദന മുഴുവൻ അദ്ദേഹം മനസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ആത്മാവിലേക്ക് എടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ക്യാൻസർ രോഗികളെ കുറേശ്ശെയായിട്ട് ഇവിടെ ചികിത്സിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവർക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഓരോ ക്യാൻസർ രോഗിയിലും അദ്ദേഹം തൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു വളർന്നു വന്ന ആ വൈകാരിക ബന്ധമാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു പോയ കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടാണ് പിന്നീട് അരവിന്ദ് ശരീർ ക്യാൻസർ വിഭാഗം വന്നത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെയും പി കെ വാര്യരുടെയും സ്പർശം കൊണ്ട് രോഗമുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒട്ടനവധി പേരുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായി, മൻമോഹൻ സിംഗ്, എ.ബി. വാജ്പേയി തുടങ്ങിയവർ ഈ പട്ടികയിൽപ്പെടുന്നു. മുൻ രാഷ്ട്രപതിമാരായ വി ഗിരിയും പ്രണബ് കുമാർ മുഖർജിയും മുതൽ യേശുദാസും രാംനാഥ് ഗോയങ്കയും വരെ ഈ പട്ടികയിലുണ്ട്. മറ്റെല്ലാവരും കൈവിടുമ്പോൾ അവസാന പ്രതീക്ഷ എന്ന നിലയിൽ വിദേശത്തുനിന്നും ഇവിടെയെത്തി ചികിത്സ തേടിയവരെല്ലാം നിറപുഞ്ചിരിയോടെയാണ് മടങ്ങാറുള്ളത്. ആയുർവേദവും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും ഇവരുടെ വാക്കുകളിലൂടെ കടലിനക്കരയും വേരുപിടിച്ചു തുടങ്ങി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഐക്യരാഷ്ട്രസഭ അധ്യക്ഷന് മുൻപിൽ വരെ പി കെ വാര്യർ ആയുർവേദത്തിന്റെ അംബാസഡറായി. പോയ ഇടങ്ങളിലെല്ലാം ആയുർവേദത്തിന്റെ വിത്തുപാകിയാണ് അദ്ദേഹം മടങ്ങിയത്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം പേര് വരുന്നുണ്ട്. വിദേശത്തുള്ള പല പ്രമുഖ വ്യക്തികളും ഇന്ത്യയിൽ തന്നെയുള്ള പല പ്രമുഖ വ്യക്തികളും ഇവിടെ കിടന്ന് ചികിത്സിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചികിത്സിച്ച് പോയിട്ടുള്ള പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള പല വ്യക്തികളും അവിടെ ചില കോൺഫറൻസുകളൊക്കെ സംഘടിപ്പിക്കുകയും അതിന് ഡോക്ടർ പി കെ വാര്യരെ അവിടെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇതുപോലുള്ള ആയുർവേദ കോൺഫറൻസുകളിലും സെമിനാറുകളിലും സംസാരിക്കുകയും അതായത് ആയുർവേദത്തിൻ്റെ ഒരു പ്രചാരം ഇത് കാരണം കൊണ്ട് ലഭിക്കാൻ വളരെയധികം ഇടയായിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. വൈദ്യരത്നം പി.എസ്. വാര്യരുടെ മാനസ സംരംഭമായിരുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയ്ക്കൊപ്പം തന്നെ PSV നാട്യസംഘവും. തികഞ്ഞ കലോപാസകനായ പി കെ വാര്യർ തൻ്റെ അമ്മാവൻ എങ്ങനെയാണോ ഈ കഥകളി സംഘത്തെ സ്നേഹിച്ചത്, അതുപോലെയോ അതിനേക്കാളേറെയോ ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചു. വൈദ്യരത്നം P.S. വാര്യർ ആര്യവൈദ്യശാല തുടങ്ങിയ സമയത്ത് കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം കലാമർമ്മജ്ഞനും കലാഹൃദയം സഹൃദയനുമൊക്കെ ആയിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ സംഗീത നാടക അവതരണത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തി. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് നാടകത്തിൻ്റെ കാലഘട്ടം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ കഥകളി സംഘമായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ തുടർച്ചയായി കഥകളി ട്രൂപ്പായിട്ട് PSV നാട്യസംഘം എന്ന പേരിൽ ആര്യവൈദ്യശാലയുടെ ഭാഗമായിട്ട് തന്നെ അത് വളർന്ന് പരിപോഷിച്ച് അന്നത്തെ പ്രഗത്ഭന്മാരായ ഗുരുനാഥന്മാരെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിച്ച് അതിന് പ്രാപ്തരാക്കി നാട്യസംഘത്തെ പരിപോഷിച്ച് കൊണ്ടുവന്നാണ് P.S. വാര്യർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ കഥകളി എന്ന കല വളർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും താരതമ്യേന മറ്റ് കലകളെ അപേക്ഷിച്ച് ആസ്വദിക്കാനുള്ള കുറവ്, ആസ്വാദകരുടെ കുറവ് വന്നപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒന്നുകൂടി ഉദ്ധരിക്കുക അല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടി നന്നാക്കി കൊണ്ടുവരാനായിട്ട് ഇപ്പോഴത്തെ മെനേൺ ട്രസ്റ്റ്, അതായത് ശതാഭിഷിക്തനാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നാട്യസംഘത്തെ പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നത് ആയുർവേദത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം കൊണ്ടു നടന്നതും വളരെ നമുക്ക് എക്കാലത്തും ഓർക്കാവുന്നൊരു സംഗതിയാണ്. കൈപുണ്യവും അറിവും സ്നേഹവും ദയയുമുള്ള ചികിത്സകൻ എന്നതിനപ്പുറം ഒരു മികച്ച ഭരണകർത്താവ് കൂടിയാണ് പി കെ വാര്യർ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആര്യവൈദ്യശാലയുടെ വളർച്ച. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും ജീവനക്കാരെ കൂടി പരിഗണിച്ചും മനസ്സിലാക്കിയുമായിരുന്നു.
സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കുന്ന സമരങ്ങളില്ലാതെ ഇക്കാലം അത്രയും നയിക്കാൻ നയചാതുരിയുള്ള കരുണയുള്ള ഒരാൾക്കേ സാധിക്കുമെന്ന് കരുതുന്നവരാണ് ജീവനക്കാർ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വളരെ വിപുലമായിരുന്നു. ഒരു തരത്തിലും ഇതിന് ലാഭേച്ഛ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം എന്നുള്ള ഒരു ഫിലോസഫി, അത് ഈ 120 വർഷത്തിന് മുമ്പ് എങ്ങനെ എൻവിസേജ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു പ്രതിഭാസമാണ്. ആർക്കും ഇതിൻ്റെ ഉടമസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധുക്കൾക്ക് ₹1 പോലും ഇതിൻ്റെ ലാഭം എടുക്കാൻ പാടില്ല. ആ ട്രസ്റ്റ് ബില്ലിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. 45% ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുക, അടുത്തൊരു 45% ചാരിറ്റബിൾ ഹോസ്പിറ്റലും സാധുക്കളായിട്ട് വരുന്നവർക്കും സൗജന്യമായിട്ട് മരുന്നും എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിഷനും ആഹാരത്തിനും എല്ലാത്തിനും കൊടുക്കുക. 10% ആയുർവേദ പാഠശാല, അതായത് ഇപ്പോഴത്തെ ആയുർവേദ കോളേജായി മാറിയത്, അതിലേക്ക് നൽകുക. അങ്ങനെ 100% അത്തരത്തിൽ വിനിയോഗിക്കുക എന്നുള്ള ഒരു വിഷൻ എങ്ങനെയാണ് 120 കൊല്ലത്തിന് മുമ്പ് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സ്ഥാപനം കാണില്ല. ജനനന്മയും തൊഴിലാളി നന്മയും അടിസ്ഥാനമായിട്ടുള്ള ഓരോ കാര്യത്തിനും തടസ്സം നിൽക്കില്ല. മാത്രമല്ല ഇത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയാണ്. ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, അവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടണ്ടേ, ആ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ജാതിമതഭേദമന്യേ PK വാര്യരുടെ സ്നേഹവും പരിഗണനയും ലഭിച്ചവർ അനേകമാണ്. EMS അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുമായും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആധ്യാത്മിക നേതാക്കന്മാരുമായും PK വാര്യർക്കുള്ള ബന്ധം ആഴമേറിയതും ദൃഢമുള്ളതുമായിരുന്നു. ഇന്നത്തെ തലമുറ നേതാക്കളോടും ഇതേ അടുപ്പം അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ആയുർവേദശാല വെറും ശരീരത്തെ മാത്രം ചികിത്സിക്കുന്ന ഒരു വൈദ്യസിദ്ധാന്തത്തിൻ്റെ ചിഹ്നമല്ല. നമ്മുടെ സാമൂഹികമായിട്ടുള്ള വിധാനത്തെ നിരന്തരം പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന, മനുഷ്യ മനസ്സിനെ ബാധിക്കാൻ ഇടയുള്ള സങ്കുചിതത്വത്തിൻ്റെ, വൈരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വർഗീയതയുടെ ഒക്കെ രോഗങ്ങളെ, മാറാവ്യാധികൾ എന്ന് പറയാവുന്ന അങ്ങനെയുള്ള ഏത് കാലത്തും മാനവരാശിയെ വളരെ ഭീഷണിപ്പെടുത്തുന്ന വ്യാധികൾ, അതിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്താനും അതിലും മരുന്ന് തേക്കാനും അതിലും സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുപോകാനും വളരെ വലിയ ഒരു നേതൃപരമായ പങ്കാണ് PS വാര്യരും ആയുർവേദശാലയും വഹിച്ചതെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള പിന്തുടർച്ച ഡോക്ടർ PK വാര്യർ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഒക്കെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം പൊതുവെ മതേതരത്വത്തിൻ്റെ, സാമുദായിക സൗഹൃദത്തിൻ്റെ, നമ്മുടെ ദേശീയോത്ഗ്രഥനത്തിൻ്റെ, നമ്മുടെ സാമൂഹിക സുസ്ഥിതിയുടെ ഒരു ദർപ്പണം, അതിൻ്റെ ഒരു പ്രതീകം, അതിൻ്റെ ഒരു നഖചിത്രം അതിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. ഡോക്ടർ PK വാര്യർ. ആയുർവേദശാലയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം അദ്ദേഹം അന്വേഷിക്കുന്നു. എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. എല്ലാ തീരുമാനവും അദ്ദേഹത്തിൻ്റെ ഒരു കൈരേഖ ഉണ്ടാകും എന്നുള്ളത് സംശയമൊന്നുമില്ല. അത് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇങ്ങനെ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുക, നമ്മൾ റെഫർ ചെയ്യുക, ഇതൊരു എന്താ പറയുക യാന്ത്രികമായിട്ട് നടന്നു പോകുന്നൊരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. കവയിത്രി കൂടിയായ മാധവിക്കുട്ടിയായിരുന്നു ഭാര്യ. അവർ 1997 ലോകത്തോട് വിട പറഞ്ഞു. മക്കൾ ഡോക്ടർ K ബാലചന്ദ്ര വാര്യർ, അന്തരിച്ച K വിജയൻ വാര്യർ, സുഭദ്ര രാമചന്ദ്രൻ. പ്രിയപ്പെട്ടവർക്ക് പിറന്നാൾ സദ്യ നൽകാൻ ഈ സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ എന്നതാണ് ഇപ്പോഴത്തെ വിഷമമെന്ന് പേരമകൻ കൂടിയായ ദീപക് വിജയൻ. 100 വർഷം ജീവിച്ച ഒരാളെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഞാൻ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 4:45 ആകുമ്പോഴേക്കും നീക്കും. മൂപ്പരെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താ പറയുക വായനയ്ക്കാണ്. മൂപ്പര് വായിച്ചുകൊണ്ടിരിക്കും. ഒരു 7-7:15 ആകുമ്പോൾ അദ്ദേഹത്തിനെ കുളിപ്പിക്കാനുള്ള ആൾ വരും. പിന്നെ കുളി ദേവാലയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വിശ്വസഹസ്രനാമം, അങ്ങനെ നാരായണീയം പലതും അദ്ദേഹം ചൊല്ലുന്ന, കാലങ്ങളായിട്ട് ചൊല്ലുന്ന നാമങ്ങളൊക്കെ ചൊല്ലും. പിന്നെ ഒരു 9 മണിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്.
ലഘുവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിയോട് കൂടിയിട്ട് മൂപ്പര് ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി റെഡിയാവും. അപ്പോൾ മൂപ്പര് മാനേജിംഗ് ട്രസ്റ്റി ആണല്ലോ, അപ്പോൾ ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 12 മണി വരെ മൂപ്പര് നല്ല തിരക്കുള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ ഒരു 12:45 കൂടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കും. അതും ലഘുവായിട്ട് നമ്മളൊക്കെ സാധാരണ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം. അത് കഴിഞ്ഞാൽ ഒരു വിശ്രമമുണ്ട്, ഒരു മണിക്കൂർ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും മൂപ്പര് നടത്തവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മുറിയിൽ നടത്താനുള്ള സൗകര്യമുണ്ട്. മൂപ്പർക്ക് വിഷമം മറ്റേ ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് കാര്യമായിട്ട്. സത്യം പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക, അതായത് ഇപ്പോൾ നമ്മുടെ ആരോഗ്യശാലത്തെ ആൾക്കാർ എല്ലാവരെയും വിളിച്ചിട്ട്, അതാണ് മൂപ്പർക്ക് ആഗ്രഹമുള്ളൊരു കാര്യം. അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ട്. കൃഷ്ണൻകുട്ടി വാര്യർ എന്ന പേര് PK വാര്യർ എന്നായി എങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഇദ്ദേഹം കുട്ടിമാനാണ്. ആ വിളിക്ക് പിന്നിലെ കഥ ഇങ്ങനെ. അദ്ദേഹത്തിനെ കുട്ടിമാൻ, ഞങ്ങളുടെ ഫൗണ്ടർ വൈദ്യരത്നം PS വാര്യർ, അദ്ദേഹത്തിനെ എല്ലാവരും വല്യമാൻ എന്നാണ് വിളിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹം വല്യമാനും, അത് കഴിഞ്ഞിട്ട് അടുത്ത മരുമക്കളായിട്ട് അവർ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൂത്ത ആണിനെ മാതമ്മാൻ എന്ന് വിളിച്ചിരുന്നു. പിന്നെ അതിനുശേഷം 4 സഹോദരികളാണുണ്ടായിരുന്നത്. അതിന് ഒടുക്കമാണ് പത്മഭൂഷൺ ഡോക്ടർ PK അവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമക്കളെല്ലാവരും കുട്ടിമാൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ഇളയ അമ്മാവൻ എന്നാണ് എനിക്ക് കുട്ടിമാൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. അപ്പോൾ അത് അടുത്ത ജനറേഷൻ ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വിളി തന്നെയാണ്. ഈവൻ നാട്ടുകാരും ഒരു പരിധി വരെ ഇവിടത്തേക്ക് മുസ്ലിംസ് പ്രത്യേകിച്ച് പറയാ കുട്ടിമാനച്ചനെ കണ്ടു എന്നാണ് പറയുക. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ആ പേരാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെത്. ഇതിനോടകം ഇദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ അനവധി. 1999 പത്മശ്രീ, 2010 പത്മഭൂഷൺ, കൂടാതെ എണ്ണമറ്റ അവാർഡുകൾ ഈ വൈദ്യമഹാപ്രതിഭയെ തേടി വന്നിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിലും താനൊരു സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്ന് പറയുന്നു ഈ മഹാമനീഷി. തൻ്റെ ആത്മകഥ PK വാര്യർ സമാഹരിക്കുന്നത് ഇങ്ങനെ: 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചു. ഓരോന്നും പുതിയ ചന്ദ്രന്മാർ. 1001ാമത്തെയും അങ്ങനെ തന്നെയാകും. പുതിയ പൗർണമിക്കായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിപ്പിൻ്റെ ആത്മഹർഷമാണല്ലോ ജീവിതത്തിൻ്റെ തുടിപ്പ്. ശതപൂർണിമയുടെ സുവർണപ്രകാശത്തിൽ കാലത്തിന് വഴിവിളക്കായി തെളിഞ്ഞു കത്തുകയാണ് PK വാര്യരുടെ സൂര്യ തേജസ്. കാലത്തിനും ലോകത്തിനും തലമുറകൾക്കും വെളിച്ചം പകർന്ന്